ഹരി സംസാരിക്കുന്ന പ്രോ റൈഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഈ പെട്രോൾ തീർന്നു നിൽക്കുകയാണെന്ന് പറയാനുള്ള കാര്യം, ഇതിൽ എടുത്തു പറയേണ്ട കാര്യം, നമുക്ക് പ്രോപ്പറായിട്ട് മോട്ടോർ സൈക്കിൾ ലഭിക്കുന്നില്ല. ഈ കാണുന്ന BSAയുടെ സ്കാംബ്ലർ 650 ഷോറൂമിൽ ചെന്ന് ടെസ്റ്റ് ഡ്രൈവിനായിട്ട് എൻക്വയറി ചെയ്തപ്പോൾ അവർ എന്നോട് നൽകിയ മറുപടി ടെസ്റ്റ് ഡ്രൈവിന് മോട്ടോർ സൈക്കിൾ ഇല്ല എന്നാണ്. അതായത് ഈ സിംഗിൾ സിലിണ്ടർ 650cc എഞ്ചിൻ ഓടിക്കാൻ അതിയായ ആഗ്രഹമുള്ളത് കൊണ്ട് BSAയുടെ 2 മോട്ടോർ സൈക്കിളും ഓൺലൈനിൽ ടെസ്റ്റ് ഡ്രൈവ് ഞാൻ ബുക്ക് ചെയ്തു. പിറ്റേ ദിവസം ഡീലർഷിപ്പിൽ നിന്ന് എന്നെ വിളിച്ചു. സാറിന് BSAയുടെ ഏത് വണ്ടിയാണ് ടെസ്റ്റ് ഡ്രൈവ് വേണ്ടേ എന്ന് ചോദിച്ചു. ഞാൻ എന്റെ കാര്യം പറഞ്ഞു. സാർ ഇന്ന് ഡീലർഷിപ്പിലോട്ട് വന്നാൽ സാറിന് മോട്ടോർ സൈക്കിൾ ഞങ്ങള് ടെസ്റ്റ് ഡ്രൈവ് തരാമെന്ന് പറഞ്ഞു. ഞാൻ ഓഫീസിൽ നിന്ന് ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്ന വഴിക്കാണ് എന്നെ വിളിച്ചത്. അപ്പോൾ ഞാൻ എടുത്തു ചോദിച്ചു, ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ വണ്ടി എനിക്ക് ലഭിക്കുമോ ടെസ്റ്റ് ഡ്രൈവിന്? അങ്ങനെ അവർ പറഞ്ഞതിന് പ്രകാരം ഞാൻ ഡീലർഷിപ്പിൽ എത്തുന്നു. ഞാൻ ടെസ്റ്റ് ഡ്രൈവിനായിട്ട് ഡീലർഷിപ്പിൽ എത്തുമെന്ന് അവർ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഞാൻ അങ്ങനെ അൺഎക്സ്പെക്ടഡ്ലി ഡീലർഷിപ്പിൽ എത്തുന്നു. അതായത് അവിടെ പ്രോപ്പർ ടെസ്റ്റ് ഡ്രൈവിനായിട്ട് ഒരു മോട്ടോർ സൈക്കിൾ ഉണ്ടായിരുന്നില്ല. മനസ്സില്ലാ മനസ്സോടെ ഡിസ്പ്ലേക്ക് വെച്ച വണ്ടിയാണ് എനിക്ക് ടെസ്റ്റ് ഡ്രൈവിന് തന്നത്. ഫ്യൂവല് വളരെ കുറവായിരുന്ന സ്കാംബ്ലർ സിറ്റിയാണ് എനിക്ക് ടെസ്റ്റ് ഡ്രൈവിന് തന്നത്. നമുക്കൊരു 650cc സിംഗിൾ സിലിണ്ടറായ ഒരു മോട്ടോർ സൈക്കിൾ ഓടിക്കാൻ കിട്ടിയ ത്രില്ലിൽ അവർ അലോ ചെയ്ത കിലോമീറ്ററിലും കുറച്ച് കൂടുതൽ ഞാൻ ഓടിച്ചു. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഫ്യൂവല് തീർന്ന് ഇങ്ങനെ നിൽക്കുന്നത്. ആക്ച്വലി ഫ്യൂവല് തീരുന്നതിന് മുന്നേ വണ്ടി തന്നെ കുറെ സിംറ്റംസ് ഒക്കെ കാണിച്ചിരുന്നു. ഞാനത് കാര്യമാക്കിയില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ പോലെ ഉള്ളവർക്കൊക്കെ മോട്ടോർ സൈക്കിൾ പരിചയപ്പെടുത്താൻ തുടങ്ങിയതിനു ശേഷം എനിക്ക് മോട്ടോർ സൈക്കിൾ പ്രോപ്പറായിട്ട് കിട്ടുന്നില്ല. സത്യം പറഞ്ഞ ഹരിശ്രീ മീഡിയ TV, ഇപ്പൊ സ്കഡ് മീഡിയ TV ഈ ചാനൽ എന്റെ തന്നെ ട്രാവൽ വീഡിയോസ് ഇടാൻ വേണ്ടി തുടങ്ങിയതാണ്. ഞാൻ നടത്തിയ യാത്രകൾ വീഡിയോസ് ആക്കി വെക്കുമ്പോൾ എനിക്ക് ആ ഓർമ്മ വരുമ്പോൾ ആ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഓർമ്മകൾ എനിക്ക് കിട്ടുന്നു. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാനുണ്ടായ കാര്യം. ട്രാവൽ ചെയ്യാൻ സാധിക്കാതെ വന്നപ്പോഴാണ് ഇങ്ങനെ ചില പരിപാടികളായിട്ട് ഞാൻ മുന്നോട്ട് പോകും. ഇപ്പൊ ഞാൻ ഫേസ് ചെയ്യുന്ന കാര്യം, മോട്ടോർ സൈക്കിൾ പ്രോപ്പറായിട്ട് നമുക്ക് ലഭിക്കുന്നില്ല. ഇനിയിപ്പോ പല വഴി നമ്മൾ ഫോഴ്സ് ചെയ്ത് കിട്ടിയാൽ തന്നെ 1 കിലോമീറ്ററിൽ താഴെയാണ് പല മോട്ടോർ സൈക്കിളും നമുക്ക് ഓടിക്കാൻ ലഭിക്കുന്നത്. 650cc മോട്ടോർ സൈക്കിൾ പോലും ഇങ്ങനെയാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തിന് മോട്ടോർ സൈക്കിൾ ബുക്ക് ചെയ്ത കസ്റ്റമേഴ്സിന് പോലും പ്രോപ്പറായിട്ട് മോട്ടോർ സൈക്കിൾ ലഭിക്കുന്നില്ല. അപ്പൊ പിന്നെ നമ്മുടെ കാര്യം പറയണോ? മോട്ടോർ സൈക്കിൾ ടെസ്റ്റ് ഡ്രൈവ് തരുമ്പോഴേ തന്നെ പറയും, ആദ്യത്തെ യൂട്ടേൺ, രണ്ടാമത്തെ യൂട്ടേൺ നേരെ കൊണ്ടുപോയി മോട്ടോർ സൈക്കിൾ തിരിച്ചു കൊടുക്കും. നമ്മുടെ കുമ്പളങ്ങി നൈറ്റ്സിൽ പറയണോട്ട് എന്ത് പ്രകസനമാണ് സജി. ഇപ്പൊ വാഹനങ്ങൾ ടെസ്റ്റ് ഡ്രൈവ് കൊടുക്കുക എന്ന് പറഞ്ഞൊരു പ്രകസനം തന്നെയാണ്. അതായത് ചുരുക്കി പറഞ്ഞ ബിരിയാണി വായിൽ വെക്കാൻ കൊള്ളില്ലെങ്കിലും കൊള്ളാമെന്ന് പറയുന്ന ടീമുകൾ. അതായത് ഒരു മോട്ടോർ സൈക്കിളിലെ സ്പെക്ക് മാത്രം പറഞ്ഞ് വീഡിയോ ഇടുന്ന ആൾക്കാർ പിന്നെ വീഡിയോ കാണുന്നവരെ ബോധിപ്പിക്കാൻ വേണ്ടി തങ്ങൾ നെഗറ്റീവ് പറയുമെന്ന് കാണിക്കാൻ വേണ്ടി ഈ മോട്ടോർ സൈക്കിളിന്റെ വൈസറിന് പൊക്കമില്ല എന്ന് പറയുന്ന ആൾക്കാർ. കൂടുതൽ ആൾക്കാർക്കും താല്പര്യം, കമ്പനിക്കാർക്കും താല്പര്യം ഇങ്ങനെയുള്ളവരുടെ റിവ്യൂസ് ആണ്. നമ്മുടെ ഫീൽഡ് 2 വീലർ ആയതുകൊണ്ട് തന്നെ 2 വീലർ പരിചയപ്പെടുത്താനുള്ള നമ്മുടെ ജോലി. അതായത് ഒരു കസ്റ്റമർ കാണാൻ ഒട്ടും താല്പര്യമില്ലാത്ത സിനിമ ഇവരുടെ ഒടുക്കത്തെ ബിൽഡപ്പ് കൊണ്ട് കണ്ട് എക്സ്പീരിയൻസ് ചെയ്ത് മിസ്സായ അവസ്ഥയിൽ നിൽക്കുന്നു. ചുരുക്കി പറഞ്ഞ ആ വേട്ടാവളിന്റെ വീഡിയോയും കണ്ട് സെയിൽസ്മാന്റെ തള്ളും കേട്ട് എന്തിനായിരുന്നു ഈ മോട്ടോർ സൈക്കിൾ വാങ്ങിച്ചേ എന്ന് ചിന്തിച്ചു. മോട്ടോർ സൈക്കിൾ നമ്മുടെ തലയിലായി കഴിഞ്ഞാൽ നമുക്ക് കൊണ്ടു നടക്കല്ലേ നിവർത്തിയുള്ളൂ. സത്യം പറഞ്ഞ് ഇങ്ങനെയൊക്കെ പ്രശ്നത്തിന്റെ ഇടയിൽ കൂടിയാണ് ഈ ചാനൽ റൺ ചെയ്ത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് പറയാൻ താല്പര്യം ഉണ്ടായിട്ടല്ല, നിവൃത്തിയേട് കൊണ്ട് പറയണം. ക്രൂയിസ് കൺട്രോളും അത്യാവശ്യം ഫീച്ചറുള്ള ഒരു മോട്ടോർ സൈക്കിൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാനിടയായി. അതിന്റെ സമയത്ത് സെയിൽസ്മാൻ എന്നോട് പറഞ്ഞത്, ഇതെല്ലാം ഓടിക്കുന്ന സമയത്ത് ചെറിയ ദൂരമാണ് എനിക്ക് ഓടിക്കാൻ കിട്ടിയത്, ആ സമയത്ത് ഇതെല്ലാം യൂസ് ചെയ്ത് നോക്കിക്കൊള്ളാൻ പറഞ്ഞു. ഇങ്ങനെയൊക്കെ പ്രോപ്പറായിട്ട് മോട്ടോർ സൈക്കിൾ കിട്ടാത്തതുകൊണ്ട് തന്നെയാണ് 4 ചുവരുകൾക്കുള്ളിൽ നിന്ന് വീഡിയോ ഇടാൻ നിർബന്ധിതരാകുന്നത്. ഇതൊക്കെ കൊണ്ട് തന്നെയാണ് യൂട്യൂബിൽ വീഡിയോ ഇടാൻ, ലോങ് ഫോർമാറ്റ് വീഡിയോസ് ഇടാത്തതിന്റെ കാരണവും ഞാൻ മടി പിടിച്ചു പോകുന്നതിന്റെ കാര്യം. എന്നെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് ആരും, ഞാൻ എന്തായാലും മറ്റ് യൂട്യൂബേഴ്സിനെ പോലെ ഒരു ബ്രാൻഡിന്റെ അടിമയായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ ബ്രാൻഡ് സ്കഡ് മീഡിയ TV തന്നെയാണ്. വാങ്ങാൻ പോകുന്ന ഒരാൾക്കാരും മോട്ടോർ സൈക്കിളിലെ പോസിറ്റീവ് മാത്രം അറിഞ്ഞാൽ പോരാ, നെഗറ്റീവും അറിയേണ്ടത് അത്യാവശ്യമാണ്. ഇതൊക്കെ കൊണ്ടാണ് ആൾക്കാരോട് പറയുന്നത്, വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ നോക്കൂ എന്ന്. പ്രോ റൈഡിലൂടെ ഒരു മോട്ടോർ സൈക്കിളിനെ ജെനുവിനായിട്ട് പരിചയപ്പെടുത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ മറ്റ് യൂട്യൂബേഴ്സും ഇതനുസരിച്ച് മാറുന്നതായിരിക്കും. അപ്പൊ ഞാൻ പറയാനുള്ള കാര്യം പറയുക തന്നെ വേണം.
അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞത്. ഞാൻ മടി പിടിച്ചു പോണതിന്റെ കാര്യം ഇതൊക്കെയാണ്. ഇനി BSA 650 സ്ക്രാമ്പിളിലോട്ട് തിരിച്ചു വരികയാണെങ്കിൽ ഒറ്റ നോട്ടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എല്ലാ ആൾക്കാർക്കും ഈ ഡിസൈൻ ഇഷ്ടപ്പെടും. ക്ലാസിക് ലെജൻസ് അതിമനോഹരമായിട്ട് ഈ മോട്ടോർ സൈക്കിളിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ ഡിസൈന്റെ പോരായ്മയായിട്ട് തോന്നിയത് വെൽഡിംഗ് ഒക്കെ പുറത്ത് കാണത്തക്ക രീതിയിലാണ് വെൽഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതായത് ഈ സീറ്റിന് അടിയിൽ വന്ന ഫ്രെയിം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും വെൽഡിംഗ് പുറത്ത് കാണത്തക്ക രീതിയിലാണ് വെൽഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതൊരൊറ്റ പീസ് അല്ല, അവിടെ വെച്ച് ഇതൊരു ജോയിന്റ് അടിച്ചേക്കാണ്. അതാണ് ഏറ്റവും വലിയ വൃത്തികേടായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. അതൊരു ഒറ്റ പീസായിട്ട് വരികയായിരുന്നെങ്കിൽ കുറച്ചുകൂടി ഭംഗിയായേനെ. ഇതിന്റെ സൗണ്ട് കേൾക്കുമ്പോൾ ഒരു സിംഗിൾ സിലിണ്ടർ 650cc മോട്ടോർ സൈക്കിളാണ് നമ്മൾ ഓടിക്കുന്നതെന്ന് നമുക്കൊരു ഫീല് കിട്ടില്ല. നമ്മൾ ട്വിൻ സിലിണ്ടർ മോട്ടോർ സൈക്കിൾ ഓടിക്കുന്ന ഒരു ഫീലാണ് നമുക്ക് ലഭിക്കുന്നത്. ഇപ്പൊ തന്നെ വീഡിയോന്റെ ലെങ്ത് കൂടിപ്പോയി, പിന്നെ മഴ കാരണം ഞാൻ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അപ്പോൾ ഒരിക്കൽ കൂടി പറയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്റെ ഈ വീഡിയോ കാണുന്ന പ്രേക്ഷകർക്ക് എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകളും ഞാൻ നേരുന്നു. ഈ മോട്ടോർ സൈക്കിളിനെ പരിചയപ്പെടുത്തുന്ന വീഡിയോ ഷോർട്ട് വീഡിയോ ആയിട്ട് സ്കഡ് മിനി TV വരുന്നതായിരിക്കും.